السلام عليكم ورحمة الله. الحمد لله رب العالمين. اللهم صل وسلم على عبدك ورسولك نبينا محمد وعلى آله وأصحابه أجمعين، أما بعد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. من كان يريد العزة فلله العزة جميعا إليه يصعد الكلم الطيب والعمل الصالح يرفعه والذين يمكرون السيئات لهم عذاب شديد ومكر أولئك هو يبور. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും സൂക്ഷിച്ച് പാലിച്ച് അല്ലാഹുവിൻ്റെ മുഖറബുകളായ ദാസന്മാരായി ദാസികളായി ജീവിക്കുവാൻ ആഗ്രഹിക്കുക, പരിശ്രമിക്കുക, പ്രാർത്ഥിക്കുക. അല്ലാഹു സൗഭാഗ്യം നമുക്കൊക്കെ നൽകുമാറാകട്ടെ. നമ്മൾ വളരെ പവിത്രമായ ഒരു മാസത്തിലേക്ക് പ്രവേശിച്ച് കഴിഞ്ഞിരിക്കുകയാണ്, ഷഅബാൻ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, ഹിജ്റ വർഷം ശ്രദ്ധിക്കുന്നവർ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ധാരാളമായി പ്രാധാന്യം നൽകിയിരുന്നു ഈ മാസത്തിന്, ഷഅബാൻ മാസത്തിൽ. ഉസാമത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം നബിയുടെ കൂടെ എപ്പോഴും ഇടപഴകി ജീവിക്കുന്ന ആളാണ്. അദ്ദേഹം ഉദ്ധരിക്കുന്ന ഒരു സംഭവമുണ്ട്. അദ്ദേഹം പറയുന്നുണ്ട്, അദ്ദേഹം ചോദിച്ചു, അല്ലാഹുവിൻ്റെ റസൂലേ, ലം അറക തസൂമു ശഹ്റൻ മിനശ് ശുഹൂരി മാ തസൂമു ഫി ഷഅബാൻ. ഷഅബാനിൽ നോമ്പനുഷ്ഠിക്കുന്നത് പോലെ മറ്റൊരു ദിവസവും അങ്ങ് നോമ്പനുഷ്ഠിക്കുന്നതായി ഞാൻ കണ്ടിട്ടില്ലല്ലോ. അതെന്താണ് എന്നറിയാനാണ് അദ്ദേഹം ചോദിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ശരിയാണ് നീ പറഞ്ഞത്, അതിനൊരു കാരണവുമുണ്ട്. അത് ذلك شهر يغفل عنه الناس بين رجب ورمضان. ജനങ്ങൾക്ക് വല്ലാതെ ഗഫ്ലത്ത് വരുന്ന ഒരു മാസമാണ്. അശ്രദ്ധ. റമദാനിൽ ശ്രദ്ധയുണ്ടാകും, പക്ഷേ ഷഅബാനിൽ ശ്രദ്ധ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. രണ്ടാമതായി നബി തിരുമേനി പറഞ്ഞ കാരണം, വഹുവ ശഹ്റുൻ തുർഫഉ ഫീഹിൽ അഅ്മാലു ഇലല്ലാഹ്. അല്ലാഹുവിലേക്ക് നമ്മുടെ അമലുകൾ ഉയർത്തപ്പെടുന്ന മാസമാകുന്നു. അതുകൊണ്ട് എനിക്കിഷ്ടം എൻ്റെ അമലുകൾ നോമ്പുകാരനായി അല്ലാഹുവിലേക്ക് ഉയർത്തപ്പെടുന്നതാണ് എന്ന്. രണ്ട് കാരണങ്ങളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഈ മാസത്തിൻ്റെ സവിശേഷതയായി രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത്. അതിലേറ്റവും പ്രധാനമായത്, നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അല്ലാഹുവിലേക്ക് ഉയർത്തപ്പെടുന്ന മാസം എന്നാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ അമലുകൾ അല്ലാഹുവിലേക്ക് ഉയർത്തപ്പെടുന്നുണ്ട്. അത് അല്ലാഹു ഖുർആനിൽ തന്നെ വിശദീകരിച്ചിട്ടുണ്ട്. സൂറത്ത് ഫാത്തിറിലെ 10-ാമത്തെ വചനമാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത്. അല്ലാഹു പറയുന്നുണ്ട്, മൻ കാന യുരീദുൽ ഇസ്സത ഫലില്ലാഹിൽ ഇസ്സതു ജമീഅ. ആർക്കെങ്കിലും ഇസ്സത്ത് ആഗ്രഹമുണ്ടെങ്കിൽ അവർ മനസ്സിലാക്കേണ്ടത്, ഇസ്സത്ത് എന്ന് പറഞ്ഞാൽ പ്രതാപം, അതെല്ലാം അല്ലാഹുവിൻ്റെ അധീനത്തിലാകുന്നു. അല്ലാഹു ഉദ്ദേശിക്കുന്നവർക്ക് അല്ലാഹു ഇസ്സത്ത് കൊടുക്കും. യുഇസ്സു മൻ യശാ വയുദില്ലു മൻ യശാ. എന്നിട്ട് അല്ലാഹു പറയുന്നത്, ഇലൈഹി യസ്അദുൽ കലിമുത് തയ്യിബ്.
അള്ളാഹുവിലേക്ക് ഉത്തമമായ വചനങ്ങൾ കയറിപ്പോകും. നല്ല വാക്കുകൾ, നല്ല സംസാരങ്ങൾ. അതുപോലെ തന്നെ വൽ അമലു സാലിഹു ഇർഫഉഹു, നല്ല അമലുകൾ, അമലു സാലിഹ്, നല്ല അമലുകൾ, അതും അവൻ ഉയർത്തും. അള്ളാഹുവിലേക്ക് ഉയർത്തും എന്നാണ്. എന്നിട്ട് പറഞ്ഞു വല്ലദീന യംകുറൂന സയ്യിആത്ത്, കുറേ ആളുകളുണ്ട് ദുഷിച്ച തന്ത്രങ്ങൾ പ്രയോഗിക്കുന്നവർ. അവർ മനസ്സിലാക്കേണ്ടത് ലഹും അദാബുൻ ശദീദ്, അവർക്ക് കഠിനമായ ശിക്ഷയുണ്ട്. കഠിനമായ ശിക്ഷ. ദുഷിച്ച തന്ത്രങ്ങൾ നമ്മൾ ശരിക്ക് ശ്രദ്ധിക്കണം. വാക്കുകളൊക്കെ ഭയങ്കര ഗൗരവമുള്ളത്. എന്നിട്ട് പറഞ്ഞു വമക്റു ഉലൈക ഹുവ യബൂർ, അത്തരക്കാരുടെ തന്ത്രം നശിച്ചു പോവുക തന്നെ ചെയ്യും. ഇവിടെ ഭയങ്കര ഗൗരവമുള്ളൊരു വചനമാണ് സൂറത്ത് ഫാത്തിറിലെ 10-ാമത്തെ ഈ വചനം. ഇതിൽ നമ്മുടെ ഇന്നത്തെ വിഷയവുമായി ബന്ധപ്പെട്ടതുള്ളത് അള്ളാഹുവിലേക്ക് കയറുക, കലിമു തയ്യിബ, നല്ല വാക്കുകൾ. നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണത്. അള്ളാഹു നമ്മുടെ അമലുകൾ അള്ളാഹുവിലേക്ക് ഉയർത്തും. ഇതിന് 3 രീതികൾ അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ട്. ഒന്നാമത്തേത് ഡെയിലി ബേസിലാണ്. എല്ലാ ദിവസവും ചെയ്യുന്ന അമലുകൾ ഉയർത്തും. അത് നമ്മൾ ശരിക്കും ശ്രദ്ധിക്കണം. അത് രാത്രിയിലെ അമലുകൾ സുബഹിക്കാണ് പോവുക, ഉയർത്തപ്പെടും. പകലിലെ അമലുകൾ മഗ്‌രിബാകുമ്പോഴേക്ക് ഉയർത്തപ്പെടും. എല്ലാ ദിവസവും ഈ പരിപാടി നടക്കുന്നുണ്ടെന്നാണ്. 2 സമയം നമ്മൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കണമെന്നർത്ഥം. ഫജ്റിൻ്റെ സമയവും മഗ്‌രിബിൻ്റെ സമയവും. രണ്ടാമത്തേത് എല്ലാ ആഴ്ചയിലും 2 തവണ ഉയർത്തും. എല്ലാ ആഴ്ചയിലും. അത് തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും. തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും. ആ 2 ദിവസവും നമ്മൾ ശരിക്കും ശ്രദ്ധിക്കണമെന്ന്. മൂന്നാമത്തേത് ഇയർലി ഉള്ള ഉയർത്തലാണ്, എല്ലാ വർഷവും. അത് ഷഅബാനിലാണ്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൃത്യമായി വിവരിച്ച് തന്നിട്ടുണ്ട്. സലാത്തുൽ ഫജ്റും സലാത്തുൽ അസ്റും, മഗ്‌രിബല്ല അസ്റാണ്, സലാത്തുൽ അസ്ർ. ഈ 2 സമയം, ഫജ്റിൻ്റെയും അസ്റിൻ്റെയും സമയം വളരെ പ്രധാനപ്പെട്ട സമയമാണ്. നമുക്കറിയാം, നമ്മുടെ സാധാരണയായി രാവിലെയും വൈകുന്നേരമൊക്കെ നമ്മൾ ദിക്റുകൾ ഉണ്ടല്ലോ, നമുക്ക് ദിക്റുകൾ ചെല്ലാം. അദ്കാറു സബാഹ്, അദ്കാറുൽ മസാ, അതിൻ്റെ സമയം അതാണ്. അദ്കാറു സബാഹ് രാവിലെയുള്ള ദിക്റിൻ്റെ സമയം ഫജ്ർ മുതൽ സൂര്യൻ ശുറൂഖ് വരെയാണ്, ഉദിക്കുന്നത് വരെയാണ് അതിൻ്റെ സമയം. വൈകുന്നേരം ഉള്ള അദ്കാറുൽ മസാ, ആ ദിക്റിൻ്റെ സമയം അസ്ർ മുതൽ സൂര്യൻ അസ്തമിക്കുന്നത് വരെ. ഈ സമയം വളരെ പ്രധാനപ്പെട്ട സമയമാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ 3 സംഗതികളും നമ്മൾ ശ്രദ്ധിക്കണം എപ്പോഴും. ഏറ്റവും പ്രധാനമായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മളൊക്കെ നമ്മുടെ രേഖകൾ, നമ്മുടെ അമലുകൾ അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടുമ്പോൾ ആ രേഖയിൽ എന്തുണ്ടാകണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അത് നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കണം. എന്തുണ്ടാകണമെന്നാണ് നമ്മുടെ ആഗ്രഹം? ഏത് തരം അമലുകളാണ് രേഖപ്പെടുത്തപ്പെട്ട് അള്ളാഹുവിലേക്ക് പോകേണ്ടത്? മോശമായതാണോ? ചീത്തയായതാണോ? നമുക്കറിയാം, ചീത്തയായ അമലുകളും ചീത്തയായ വാക്കുകളുമൊക്കെ അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെട്ടാൽ ഒരു കാര്യമില്ല. എന്ന് മാത്രമല്ല, നമ്മൾ ലജ്ജിക്കണം. നമുക്ക് ഹയാ വേണം. അള്ളാഹുവിൻ്റെ വായു ശ്വസിച്ച്, അള്ളാഹുവിൻ്റെ വെള്ളം കുടിച്ച്, അള്ളാഹുവിൻ്റെ ഭൂമിയിൽ അള്ളാഹു തന്ന എല്ലാ അനുഗ്രഹങ്ങളും ആസ്വദിച്ച് ജീവിച്ചിട്ട് അള്ളാഹുവിൻ്റെ നമ്മുടെ പേജുകളായി, നമ്മുടെ ഏടുകളായി മലക്കുകൾ അള്ളാഹുവിൻ്റെ അടുത്ത് കൊണ്ടുപോയി വെക്കുന്നത് എന്താ?
നമ്മൾ ശ്രദ്ധിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആഗ്രഹിച്ചത് അങ്ങനെയാണ്. നബിയുടെ ഏട് ഈ മലക്കുകളാണിത് കൊണ്ടുപോയി അള്ളാഹ്ക്ക് സമർപ്പിക്കുന്നത്. അത് ആ പേജ്, ആ ഏട്, ആ രജിസ്റ്റർ അത് ഏറ്റവും നല്ല രജിസ്റ്ററായിരിക്കണം. അതാണ് നമ്മൾ എപ്പോഴും ആഗ്രഹിക്കേണ്ടത്. അതാണ് ഇവിടെ ഉദ്ദേശിച്ചത്. നമ്മൾക്ക് പലപ്പോഴും ഈ പലതിനും നമുക്ക് ഇയർ എൻഡ് ഉണ്ടല്ലോ, ഫൈനാൻഷ്യൽ ഇയർ എൻഡ് ഉണ്ട്. നമുക്കെല്ലാവർക്കും അറിയാം, ഡിസംബറിലാണെന്ന് തോന്നുന്നത്. ഇവിടെ മാർച്ച് ഡിസംബർ ഇയർ എൻഡുകളുണ്ട്. ഫൈനാൻഷ്യൽ ഇയർ എൻഡ്, ഓരോ സാധനത്തിനും ഇയർ എൻഡുകൾ. ആ സമയത്താണ് അതിൻ്റെ കണക്ക് മുഴുവൻ സമർപ്പിക്കലും അവതരിപ്പിക്കലും ഒക്കെ. ആ സമയമാണ് അതിൻ്റെ സമയം. എന്നാൽ ഷാബാൻ ശരിക്കൊരു ഇയർ എൻഡാണ്. അതെന്തിൻ്റെ വെച്ചാൽ നമ്മുടെ അമലുകൾ അള്ളാഹുവിലേക്ക് ഉയർത്തുന്നതിൻ്റെ, അള്ളാഹുവിലേക്ക് സമർപ്പിക്കുന്നതിൻ്റെ, അള്ളാഹുവിലേക്ക് സബ്മിറ്റ് ചെയ്യുന്നതിൻ്റെ ഷാബാൻ. അത് ഭയങ്കര പ്രധാനപ്പെട്ട ഒരു മാസമാണ് എന്നർത്ഥം. നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മുടെ അമലുകൾ അള്ളാഹുവിലേക്ക് എത്തുന്ന മാസം, എത്തുന്ന സമയം, എത്തുന്ന ദിവസം നമ്മളത് നല്ല പേജുകളാകണം. അതാണ്. അപ്പോഴേ അള്ളാഹു അത് സ്വീകരിക്കുകയുള്ളൂ. നല്ല റെക്കോർഡ് വേണം. നല്ല റെക്കോർഡ് ഉണ്ടെങ്കിലേ അള്ളാഹു അത് സ്വീകരിക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ ആ ഒരു അവസ്ഥ, ആ ഒരു സംഗതി, പ്രത്യേകിച്ചും റമളാനിൻ്റെ തൊട്ട് മുമ്പുള്ള മാസം എന്ന നിലക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു സംഗതി ആണ്. രണ്ടാമത്തേത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് യഗ്ഫലുന്നാസു അൻഹു ബൈന റജബ് വ റമദാൻ എന്നാണ്. ഷാബാൻ മാസത്തിൽ ആളുകൾ അശ്രദ്ധ കൂടാൻ സാധ്യതയുള്ള മാസമാണ്. ഗഫ്ലത്ത് എന്ന പദമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപയോഗിച്ചിട്ടുള്ളത്. ഗഫ്ലത്ത് നമുക്ക് ധാരാളമായി കേൾക്കാറുള്ള ഒരു പദമാണ് ഗഫ്ലത്ത് എന്നുള്ളത്. ഒരു തരം നമുക്കൊക്കെ വരുന്നതാണ്. ഒരു തരം ഒരു പരിഗണന നൽകാത്ത അവസ്ഥ, കെയർലെസ് എന്നൊക്കെ പറയുന്നത്. അങ്ങനത്തെ ഒരവസ്ഥ വരാറുണ്ട് പലപ്പോഴും പല കാര്യങ്ങളിൽ. അത്തരം സമയം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അത്തരം സമയം പ്രത്യേകം ശ്രദ്ധിക്കണം. സഹാബികളുടെ ജീവിതം വിവരിക്കുന്നിടത്ത് കാണാം, അവർ പ്രത്യേകമായി ശ്രദ്ധിക്കുന്ന ഒരു സമയമായിരുന്നു മാ ബൈനൽ ഇശാഅൈനി, രണ്ട് ഇശാഅകൾക്കിടയിലുള്ള സമയം എന്ന് പറഞ്ഞാൽ മഗ്രിബിൻ്റെയും ഇശാഇൻ്റെയും ഇടയിലുള്ള സമയം. ധാരാളമായ ആളുകൾ ഗഫ്ലത്താകുന്ന ഒരു സമയമാണ്. നമുക്കൊക്കെ തന്നെ അനുഭവം ഉണ്ടാവും. മനുഷ്യന്മാർ ഒരുപാട്, പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കണം. എന്താ വെച്ചാൽ ഈ ദുനിയാവിലെ ജീവിതത്തിന് ഭയങ്കരമായ പ്രാധാന്യം നൽകുന്ന ആളുകളെ നമ്മളതിൽ പെട്ടതാണോ തിരിച്ചറിയണം. ആ സമയം വളരെ പ്രധാനപ്പെട്ട സമയമാണ്. അപ്പോൾ നമ്മൾ വേറെ എന്തെങ്കിലും ആയിപ്പോകരുത്. ഗഫ്ലത്ത് എന്ന് പറഞ്ഞാൽ ദിക്റിൻ്റെ നേരെ ഓപ്പോസിറ്റ് വേർഡാണ്. ദിക്ർ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മയാണ്. അപ്പോൾ അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ നഷ്ടപ്പെടുമ്പോഴാണ് ആര് വരുന്നത്? ഗഫ്ലത്ത് വരുന്നത്. നമ്മുടെ ഹൃദയത്തിനകത്ത് അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്ത നഷ്ടപ്പെടുമ്പോഴാണ് ഗഫ്ലത്ത് വരും. അപ്പോൾ ആ സമയം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നർത്ഥം. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയാണ്. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് എപ്പോഴും എന്താണെന്ന് ചോദിച്ചാൽ, ഈ എല്ലാവരും ഗഫ്ലത്തിലാകുന്ന സമയത്ത് നമുക്ക് ദിക്റിലാകാൻ കഴിയണം. അത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. കുറച്ച് പ്രയാസമുള്ളൊരു സംഗതിയാണ്. ആളുകളുടെ കൂടെ എന്നുള്ളത് എളുപ്പമാണ്. റമദാൻ മാസത്തിൽ നോമ്പ് നോക്കാൻ ഭയങ്കര എളുപ്പമാണ്. കാരണം എല്ലാവരും നോമ്പ് നോക്കും. തറാവീഹ് നിസ്കരിക്കാൻ ഭയങ്കര എളുപ്പമാണ്. കാരണം എന്താ? എല്ലാവരും ചെയ്യാത്ത സമയത്ത് ചെയ്യുന്നതാണ് ദിക്റിൻ്റെ അടയാളം. മനസ്സിലായി? അപ്പോൾ നമ്മൾ ഖിയാമുൽ ലൈൽ അല്ലെങ്കിൽ തഹജ്ജുദൊക്കെ കുറച്ച് പ്രയാസമാണ്. കാരണം എല്ലാവരും അതിലില്ല. ഒരു ടീം സ്പിരിറ്റ് അല്ല ഇബാദത്തിൽ വേണ്ടത്.
ടീം സ്പിരിറ്റ് ആയാൽ അതിൽ ദിക്ർ വരുന്നു. അതാണ് ഗൗരവത്തോടു കൂടി ശ്രദ്ധിക്കേണ്ട സംഗതി. രണ്ടാമത്തെ ഒരു സംഗതി നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ, ഇത്തരം സമയങ്ങൾ ഇപ്പോൾ ഇശാൻ്റെയും മഗ്‌രിബിൻ്റെ ഇടയിലുള്ള സമയം, അല്ലെങ്കിൽ രാത്രിയുടെ അവസാനത്തെ ഭാഗം എന്നൊക്കെ പറയുന്നത് സത്യത്തിൽ ഈ അള്ളാഹുവിൻ്റെ അടുത്ത് അമലുകൾ സ്വീകരിക്കപ്പെടുന്നത് അമലുകൾ ചെയ്യുന്നവരുടെ ഹൃദയത്തിലേക്ക് നോക്കിയിട്ടാണ്, അല്ലാതെ അതിൻ്റെ വണ്ണല്ല, എണ്ണവും വണ്ണവുമൊന്നുമല്ല. അപ്പം ആ ഹൃദയത്തിൽ അള്ളാഹു മാത്രം അറിയണം, കാണണം എന്ന ചിന്തയോടുകൂടി നമുക്ക് ചെയ്യാൻ സാധിക്കപ്പോഴാണ് അത്തരം സമയങ്ങളിലാണ്. അത് നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം. അള്ളാഹു നോക്കുന്നത് നമ്മുടെ ഹൃദയത്തിലേക്കാണ്. വേറൊരു സ്ഥലത്തേക്കും അള്ളാഹ്ക്ക് നോക്കേണ്ട കാര്യമല്ല, നാളെ നോക്കുന്നുമില്ല. വേറൊന്നും പ്രശ്നമല്ല. നമുക്കാണ് അതൊക്കെ പ്രശ്നം. നമ്മളേറ്റവും കൂടുതൽ മോടി കൂട്ടാൻ ശ്രമിക്കുന്നത് എവിടെയാണ്? നിങ്ങൾ ആലോചിച്ചു അല്ലേ? നമ്മുടെ ശാരീരിക ആരോഗ്യത്തെക്കുറിച്ച് നമ്മൾ ഭയങ്കര, എന്നാൽ നമ്മുടെ ഹൃദയത്തിൻ്റെ ആരോഗ്യത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാറുണ്ട്. ഹൃദയത്തിൻ്റെ ആരോഗ്യം അതാണ്. ഹൃദയത്തിൻ്റെ ആരോഗ്യമെന്ന് പറയുന്നത് അള്ളാഹു നോക്കുന്ന നമ്മുടെ ഹൃദയം വൃത്തിയുള്ളതാകണം. അവിടെ വേറൊന്നും നമ്മൾ ആഗ്രഹിക്കരുത്. അത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഓരോ അമലുകളും പറയുന്നിടത്ത് അതിങ്ങനെ പറഞ്ഞു തരും. അത് വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. അതുകൊണ്ടാണ് ഒരു ഹദീസിൽ വിശ്വാസം പറഞ്ഞു, അൽ ഇബാദത്തു ഫിൽ ഫിത്നതി കൽ ഹിജ്റതി ഇലയ്യ എന്ന് പറഞ്ഞു. ഭയങ്കര രസമുള്ളൊരു വാചകമാണ്. അൽ ഇബാദത്തു ഫിൽ ഫിത്നതി കൽ ഹിജ്റതി ഇലയ്യ. ഫിത്നയിലുള്ള ഇബാദത്ത് എൻ്റെ അടുത്തേക്ക് ഹിജ്റ വരുന്നത് പോലെയാണ്. ഇവിടെ ഫിത്ന എന്ന് പറഞ്ഞാൽ പരീക്ഷണമല്ല. ഫിത്ന എന്ന് പറഞ്ഞാൽ വേറൊരു ആശയമുണ്ട്. ഫിത്നക്ക് അതെന്താ വെച്ചാൽ നമ്മളെ വല്ലാതെ അഞ്ചിപ്പിക്കുന്നത്, കണ്ണഞ്ചിപ്പിക്കുന്നത്. മനസ്സിലായില്ലേ? ദുനിയാവ് ഭയങ്കരമായിട്ട് ഫിത്നയാണ്, പറയാറില്ലേ? ഫിത്നയാണ് ദുനിയാവ്. ഇന്നമാ അംവാലുക്കും വ ഔലാദുക്കും ഫിത്ന പറഞ്ഞിട്ട്, നിങ്ങളുടെ സമ്പത്ത് ഫിത്നയാണ്, നിങ്ങളുടെ മക്കൾ ഫിത്നയാണെന്ന് പറഞ്ഞാൽ എന്താ? അത് കുഴപ്പമൊന്നല്ല, അത് നമ്മളെ വല്ലാതെ ആകർഷിപ്പിക്കുന്നതും കണ്ണഞ്ചിപ്പിക്കുന്നതുമാണ്. അപ്പം ഈ ദുനിയാവ് അല്ലെങ്കിൽ ഇതുപോലെയുള്ള അള്ളാഹു നൽകിയ നിഅമത്തുകൾ ഫിത്നയായി അനുഭവപ്പെടുന്ന സമയത്ത് നമുക്ക് ഇബാദത്ത് ചെയ്യാൻ സാധിക്കുക എന്നത്, അതാണ് വിഷയം. അത്തരം സന്ദർഭങ്ങൾ ഇബാദത്ത് ചെയ്യാൻ സാധിക്കുക എന്നത് അള്ളാഹുവിലേക്ക്, റസൂലിൻ്റെ അടുത്തേക്ക് ഹിജ്റ പോകുന്നത് പോലെയാണ് എന്നാണ് പറഞ്ഞത്. എല്ലാവർക്കും കഴിയില്ല. കാരണം എന്താ? ഈ ഫിത്നയുടെ സമയത്ത് നമ്മൾ ഹവയുടെ കൂടെ പോയി പോകും. നമ്മൾ വിചാരിക്കും അങ്ങനെ ആയിക്കോട്ടെ, എല്ലാവരും കളിക്കുകയാണ്. ഇപ്പോൾ നിസ്കാരത്തിൻ്റെ സമയത്ത് എന്താ എക്സ്ക്യൂസ് എന്ന് പറയുന്നത്? അപ്പോഴേ ടർഫ് ഒഴിവുള്ളൂ. അതാ പ്രശ്നം. ഇതാണ് ഫിത്ന. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. നല്ല ആരോഗ്യമുണ്ട്, അവിടെ കൊടുക്കാനുള്ള പൈസ ഉണ്ട്, നല്ല ജോലിയുണ്ട്, നല്ല മാനസികമായ സമാധാനമുണ്ട്. അതാണ് ഫിത്ന. അപ്പോൾ നമ്മൾ ബാങ്ക് കേൾക്കും, പക്ഷേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഉത്തരം ചെയ്യാൻ കഴിയില്ല. ഒരു ഉദാഹരണമായിട്ടാണ് പറഞ്ഞു. ഇത് വെച്ച് നിങ്ങൾ ബാക്കിയൊക്കെ പരിശോധിച്ച് നോക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതി, ഇത്തരം ഗഫലത്തുകൾ നമ്മൾ പരിശോധിക്കുക. നമ്മളെക്കുറിച്ച് നമ്മൾ ഗഫലത്തിലാണോ? ആ ഗഫലത്ത് നീക്കാനുള്ള ഏറ്റവും നല്ല സമയമാണ് എന്ത്? ശഅബാൻ. ഗഫലത്ത് എന്ന് പറഞ്ഞാൽ ഒരു റെഡ് സിഗ്നലാണ് ശരിക്കും ഗഫലത്ത് എന്ന് പറഞ്ഞാൽ. മനസ്സിലായില്ലേ? അതിലൂടെ നമ്മൾ കടന്നു പോയാൽ നമുക്കറിയാം അപകടമാണ്. റെഡ് സിഗ്നലിലൂടെ കടന്നു പോയാൽ അതന്നെയാണ് സംഭവിക്കുക. അതിലൂടെ കടന്നു പോയാൽ, ഗഫലത്തിലൂടെ നമ്മൾ മുമ്പോട്ട് പോയാൽ നമ്മൾ നശിച്ചു പോകും. നമുക്ക് പിന്നെ ഒന്നും ഉണ്ടാവില്ല, മരടിച്ചു പോകും. നമ്മുടെ ഹൃദയം മരവിച്ചു പോകും. നമുക്ക് അള്ളാനെ കാണാൻ കഴിയില്ല, ഒന്നും കാണാൻ കഴിയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം ആളുകളെ കുറിച്ച് പറയുന്നുണ്ട്. വഖ്തറബൽ വഅദുൽ ഹഖ്, സൂറത്ത് അംബിയായിലെ 97-ാമത്തെ വചനമാണ്. വഖ്തറബൽ വഅദുൽ ഹഖ്, ആ വഅദുൽ ഹഖ്, സത്യമായ വാഗ്ദാനം ആസന്നമായി. ഫഇദാ ഹിയ ഷാഖിസത്തുൻ,
അബ്സാറുൽ ലദീന കഫറൂ. അപ്പോൾ വിശ്വസിക്കാത്ത ആളുകളുടെ കണ്ണിൻ്റെ പ്രത്യേകത പറയാം, അത് ഇമ വെട്ടാതെ നിന്നു. ഷാഹിസത്തും ഇമ വെട്ടൂല. കണ്ണ് പൂട്ടാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഭയങ്കര പ്രശ്നമാണ്. ഒരു സെക്കൻഡിൽ നിങ്ങൾ എത്ര സമയം പൂട്ടുന്നത് നോക്കിയില്ലേ? പക്ഷെ പൂട്ടാൻ കഴിയില്ല, പൂട്ടാൻ കഴിയില്ല. എന്താ കാരണം എന്നറിയോ? എന്നിട്ട് അവർ പറഞ്ഞു പോകും, യാ വൈലനാ കുന്നാ ഫീ ഗഫ്ലത്തിൻ മിൻ ഹാദാ. ഖിയാമത്ത് അവസ്ഥയാണ്. യാ വൈലനാ, ഞങ്ങളുടെ നാശമേ, അയ്യോ, കുന്നാ ഫീ ഗഫ്ലത്തിൻ മിൻ ഹാദാ, ഞങ്ങൾ ഇതിനെക്കുറിച്ച് ഗഫ്ലത്തിലായിരുന്നല്ലോ. ബൽ, അല്ല, ഗഫ്ലത്തല്ല, കുന്നാ ളാലിമീൻ, ഞങ്ങൾ അക്രമകാരികളായിപ്പോയല്ലോ എന്ന് പറയും. നമ്മളൊക്കെ പറയും ഇത്. നമ്മൾ ഈ ഗഫ്ലത്തിൽ നിന്ന് എഴുന്നേറ്റിട്ടില്ലെങ്കിൽ നമ്മൾ പറഞ്ഞു പോകും. മനുഷ്യർക്ക് അള്ളാഹു നൽകിയ മുഴുവൻ അവയവങ്ങളെക്കുറിച്ചും എടുത്തു പറഞ്ഞുകൊണ്ട് സൂറത്ത് ആറാഫിലൊരു വാക്കുണ്ട്, വലഖദ് ദറഅനാ ലിജഹന്നമ കസീറൻ മിനൽ ജിന്നി വൽ ഇൻസ്. ഭൂരിഭാഗം ജിന്നുകൾക്കും ഇൻസുകൾക്കും നാം കൊടുത്തിട്ടുണ്ട്, സൃഷ്ടിച്ചിട്ടുണ്ട്. ദറഅനാ ലിജഹന്നം, ആർക്ക് വേണ്ടി? ജഹന്നമിന് വേണ്ടി. എന്താ കാരണം എന്നറിയോ? അള്ളാഹുക്ക് നമ്മളെ ജഹന്നമിലേക്ക് കൊണ്ടുപോകാൻ ഇഷ്ടമുണ്ടായിട്ടല്ല. എന്താ കാരണം? ലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹാ, അവർക്ക് ഖൽബ് കൊടുത്തു, പക്ഷെ ആ ഖൽബ് വർക്ക് ചെയ്തില്ല. അതാണ്, ഹൃദയം വർക്ക് ചെയ്യുന്നില്ല. നമ്മളിങ്ങനെ നോക്കുന്നു, പമ്പ് ചെയ്യുന്നില്ലേ, അതിൻ്റെ ഫിസിക്കൽ ആക്ടിവിറ്റി അല്ല, അള്ളാഹു ഉദ്ദേശിച്ച ഒരു ആക്ടിവിറ്റി ഉണ്ട്, അത് വേണം. അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്ത, ബോധം, അള്ളാഹുവിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ കേട്ടില്ലേ, ഇതാ ദുഃഖിറ അല്ലാഹു വജ്ലത് ഖുലൂബുഹും, വജ്ലത് ജുലൂദുഹും എന്നല്ല പറഞ്ഞത്, ഖുലൂബുഹും. അത് കാണേണ്ടത് ഖൽബിലാണ്. അല്ലാഹുവിനെ കുറിച്ച് പറയുമ്പോൾ അതാണ്. രണ്ടാമത് പറഞ്ഞു, വലഹും അയുനുൻ ലാ യുബ്സിറൂന ബിഹാ, അവർക്ക് കണ്ണ് കൊടുത്തു, കണ്ണുകളുണ്ട്, പക്ഷെ അവർ കാണുന്നില്ല. കണ്ടില്ലേ നിങ്ങൾ? ഗഫലത്തായാലുള്ള അവസ്ഥ അതാണ്. കാണേണ്ടതൊന്നും കാണൂല, ഇതൊന്നും അവർ കാണൂല, ഇതൊന്നും അവർക്ക് കാണാൻ സമയം ഉണ്ടാവില്ല. വലഹും ആദാനുൻ ലാ യസ്മഊന ബിഹാ, ചെവികൾ കൊടുത്തു കേൾക്കാൻ വേണ്ടി. ആ സാധനം അവിടെ ഉണ്ട്, പക്ഷെ കേൾക്കണില്ല, കേൾക്കേണ്ടതൊന്നും കേൾക്കണില്ല. ഇതൊന്നും കേൾക്കാൻ കഴിയില്ല. കേൾക്കാൻ വന്നിരുന്നാൽ ചിലപ്പോൾ ഉറങ്ങിപ്പോകും, അല്ലെങ്കിൽ വേറെ ഏതോ ചിന്തയിലേക്ക് പോയി പോകും. നമുക്ക് സംഭവിക്കണം സഹോദരന്മാർ. എന്നിട്ട് അല്ലാഹു പറയുന്നത്, ഉലൈക കൽ അൻആം, അവർ കന്നുകാലികളെ പോലെയാണ്. ബൽ, അല്ല, ഹും അബൽ, അവരതിനേക്കാൾ മോശമാണ്. അതിനേക്കാൾ എന്താ പറഞ്ഞാൽ മനസ്സിലായത്? അള്ളാഹു തിരുത്തിയതാ അല്ല. എന്താ? കന്നുകാലിനെ ഒരു വടി ഉണ്ടെങ്കിൽ ഇങ്ങനെ നേരെയാക്കാൻ പറ്റും, നമ്മളെ നേരെയാക്കാൻ പറ്റും. ഒരു വടി എടുത്ത് നിന്നാൽ കന്നുകാലി എന്ത് ചെയ്യും? ഇങ്ങോട്ട് വരില്ല, നമ്മളോ ചാടിക്കാൻ. അതാണ്. എന്നിട്ട് പറഞ്ഞ വാചകം അതാണ് നമ്മുടെ വിഷയം. ഉലൈക ഹും അൽ ഗാഫിലൂൻ, അതാണ് ഗഫലത്ത്. അപ്പോൾ ഗഫലത്ത് എന്താണെന്ന് മനസ്സിലായോ? ഇതാണ് ഗഫലത്ത് എന്ന് പറഞ്ഞാൽ. ഗഫലത്ത് എന്ന് പറഞ്ഞാൽ പച്ച ഭാഷയിൽ പറഞ്ഞാൽ നമ്മുടെ ഹൃദയത്തിൽ പിശാച് കുടിയിരിക്കുന്ന അവസ്ഥയുടെ പേരാണ് എന്ത്? ഗഫലത്ത്. പിശാച് കുടിയിരിക്കും, അതാണ്. കാരണം അത് ഭയങ്കര ഇഷ്ടമാണ് മൂപ്പർക്ക്. നമ്മൾ ഗഫലത്തിലാകാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ആരായിരിക്കും എന്ന് പറയുന്നത്? പിശാച്. ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് പിശാച്. ഇതാണെങ്കിൽ ഇത് ഭയങ്കരമായിട്ട് എല്ലാ സ്ഥലത്തും നമ്മളിത് കാണാം. ഇന്ന് മനുഷ്യന്മാരൊക്കെ ഒരു തരം ലഹരിയിലാണല്ലേ? എന്തൊക്കെയാണ് പുതിയ പുതിയ സാധനങ്ങൾ വരുന്നത്. ഞാൻ പറഞ്ഞത് ഉദ്ദേശിക്കുന്നത് മറ്റേ ലഹരി മരുന്നുകളല്ല. ഇന്നലെ പുതിയൊരു ലഹരി മരുന്ന് വന്നിട്ട് ഞാൻ അതല്ല ഉദ്ദേശിക്കുന്നത്. ഇതൊന്നും ഉപയോഗിക്കാത്തവരാണ് നമ്മളൊക്കെ, അല്ലേ? നമ്മൾ ഈ ലഹരി വസ്തുക്കൾ, പക്ഷെ നമ്മളും ഒരു ലഹരിയിലാണ്. നമുക്കറിയില്ല എങ്ങോട്ടാ നമ്മൾ പോകുന്നത്. നിങ്ങൾ ആലോചിച്ചു, വല്ലാത്ത സങ്കടം തോന്നും. ആളുകളൊക്കെ ഭയങ്കര ബിസിയാണ്. എന്തിലാ ബിസിയായത് നിങ്ങൾ ആലോചിച്ചു. കച്ചവടത്തിൽ ബിസിയായവർ, സമ്പത്ത് എങ്ങനെ വർദ്ധിപ്പിക്കാൻ കഴിയും എന്നതിനെ കുറിച്ചുള്ള റിസർച്ചിൽ ബിസിയായവർ, കൃഷിയിൽ ബിസിയായവർ,
രാപ്പകൽ ഇടപെടില്ലാതെ ആലോചിച്ചു. ഷഹ്വത്തുകളിൽ ബിസിയായവർ, എല്ലാവർക്കും ആഗ്രഹം നമ്മളെ മനസ്സിനെ സുഖിപ്പിക്കണം, അങ്ങനെ തന്നെ പറയാം, മനസ്സിനെ സുഖിപ്പിക്കണം. അതാണ് ഷഹ്വത്ത്, മനസ്സിനെ സുഖിപ്പിക്കണം. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, പലപ്പോഴും നമുക്ക് തോന്നും നമ്മൾ ചെയ്യുന്നത് ശരിയല്ല എന്നൊക്കെ. അത്തരത്തിലുള്ള ഷഹ്വത്തുകൾക്ക് പോലും നാം അടിമപ്പെട്ടു പോവുകയാണ്. ഇതാണ് സത്യത്തിൽ നിങ്ങൾ ആലോചിക്കൂ, നമ്മുടെ ദിവസം ആരംഭിക്കുന്നത് അങ്ങനെയാണ്, ദിവസം അവസാനിക്കുന്നത് അങ്ങനെയാണ് അല്ലേ? ബെഡിൽ കിടന്ന് ഉറങ്ങുന്നത് വരെ അങ്ങനെയാണ്, ആരംഭിക്കുന്നത് അങ്ങനെയാണ്. നമ്മൾ ആലോചിക്കണം, നമ്മൾ ഏതിലാണ് എന്നുള്ളത് നമ്മൾ ശരിക്ക് ചിന്തിക്കണം. ഈ ഗഫ്ലത്ത് നമുക്ക് വന്നിട്ടുണ്ടോ നമ്മൾ ആലോചിക്കണം. നോക്കൂ, ഇന്ന് മുഅദ്ദിൻ അദാന് ബാങ്ക് കൊടുക്കും അല്ലേ, നമ്മുടെ മൊബൈലിൽ ബാങ്ക് കൊടുക്കും, നമ്മളെ കമ്പ്യൂട്ടർ സിസ്റ്റത്തിന് മുമ്പിലാണെങ്കിൽ സിസ്റ്റം ബാങ്ക് കൊടുക്കും, ഈ ചുമരിൽ തൂക്കിയിട്ട വാച്ച് ബാങ്ക് കൊടുക്കും. എന്നിട്ടും നമ്മൾ നിസ്കരിക്കാൻ എത്തണില്ല. എന്താ പ്രശ്നം എന്ന് അറിയുമെങ്കിൽ ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ളാഹ് ചോദിച്ചു, എന്താണ് ഇങ്ങനെയൊക്കെ പലതരത്തിലുള്ള ഓർമ്മിപ്പിക്കലുണ്ടായിട്ടും എന്താ എത്താത്തത്? അദ്ദേഹത്തിൻ്റെ മറുപടി എന്താണെന്നറിയോ? അവിടെ ഒന്നുമല്ല, അലാറം വരേണ്ടത് കൽബിലാണ്. കൽബിൽ നിന്ന് അലാറം വന്നാൽ അലാം എവിടെ വെക്കണം? കൽബിൽ വെക്കണം. കൽബിൽ അലാം വെക്കണം. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു സഹാബിയാണ്, പേർഷ്യക്കാരനാണ്. അദ്ദേഹം ഇസ്ലാമിലേക്ക് വന്ന്, അപ്പം അങ്ങനെയാണല്ലോ, ഇത് കിട്ടാത്തവന് ഇത് കിട്ടിയാൽ ഭയങ്കര മധുരമായിരിക്കും, അങ്ങനെയുള്ളൂ. ചില ഫ്രൂട്ട്സൊക്കെ കിട്ടാത്തവർക്ക് കിട്ടിയാൽ ഭയങ്കര ആരംഭമായിരിക്കുമല്ലോ. ആരംഭം എന്ന് പറഞ്ഞാൽ ഞങ്ങളെ മലപ്പുറത്തുകാരെന്ന് വെച്ചാൽ ഭയങ്കര ഹരമായിരിക്കും കിട്ടാത്തവന് കിട്ടിയാൽ. സൽമാനുൽ ഫാരിസി ഇത് കിട്ടാത്തവനാണ്, പേർഷ്യക്കാരൻ, കിട്ടിയിട്ടില്ല, എങ്ങനെയോ എത്തിപ്പെട്ടതാണ്, അല്ലാഹു എത്തിച്ചതാണ്. അദ്ദേഹം പറയുന്നുണ്ട്, സലാസുൻ അഅജബത്നി ഹത്താ അദ്ഹകത്നി, 3 കാര്യങ്ങൾ എനിക്ക് വല്ലാത്ത കൗതുകമുണ്ടായി. കൗതുകം മാത്രമല്ല, ചിരിച്ചുപോയി ഞാൻ, എന്നെ ചിരിപ്പിച്ചു പോയി. ഒന്നാമത്തെ എന്താ പറയുക? മുഅമ്മിലു ദുനിയ വൽ മൗതു യത്ലുബുഹു, ദുനിയാവിനെ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ച് നടക്കുക, അവൻ്റെ പിന്നാലെ ആരന്വേഷിച്ച് വരുന്നുണ്ട്? വൽ മൗതു യത്ലുബുഹു, മരണം അവനെ അന്വേഷിച്ച് വരും. ഇവരാരും ഇത് ചിന്തിക്കണില്ല. അതാണ് എൻ്റെ വല്ലാത്ത സങ്കടം. ആഴ്ചയിൽ 1 മണിക്കൂർ ഖുർആൻ പഠിക്കാൻ വിളിച്ചാൽ വരാൻ സമയമില്ല ആൾക്കാർക്ക്, ബിസിയാ. എങ്ങട്ടാ ബിസി? വൽ മൗതു യത്ലുബുഹു, നമ്മൾ ദിവസം വായിക്കല്ലേ, ദിവസം വായിക്കല്ലേ, ഓരോ ന്യൂസുകളും നമ്മൾ അപ്പൊന്ന് സ്റ്റണ്ടാവും. നമ്മൾ ഓർക്കണം, ഇത് 1 മണിക്കൂർ സമയം നിങ്ങളുടെ കച്ചവടമാകട്ടെ, ജോലിയാകട്ടെ, വിനോദമാകട്ടെ, നിങ്ങൾ ആലോചിച്ചു, ഒരു ദിവസം ജിമ്മിൽ പോയിട്ടില്ലെങ്കിൽ ബേജാറാ. ഒരു ദിവസം ഞാൻ സാധാരണ ചെയ്യുന്ന എക്സസൈസ് ചെയ്തിട്ടില്ലെങ്കിൽ ബേജാറാ. ഒരു ദിവസം കുടിക്കുന്ന പ്രഷറിന്റെ ഗുളിക കുടിച്ചിട്ടില്ലെങ്കിൽ ബേജാറാ. ഒരു ദിവസം ഖുർആൻ ഓതിയിട്ടില്ലെങ്കിൽ നമുക്ക് ആർക്കെങ്കിലും ബേജാറുണ്ടോ? സാധാരണ നമ്മൾ ആലോചിക്കണം. രണ്ടാമതായി അദ്ദേഹം പറഞ്ഞു, അത് വല്ലാത്ത ഒരു സംഗതിയാണ്, നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടത്. വഗാഫിലുൻ യഗ്ഫലു ലൈസ യുഗ്ഫലു അൻഹു. രണ്ടാമതായി ഞാൻ ചിരിക്കാൻ മാത്രം എനിക്ക് കൗതുകം തോന്നിയ ഒരു സംഗതി എന്താണെന്ന് ചോദിച്ചാൽ, ഒരാളിങ്ങനെ അന്തം വിട്ട് നടക്കുക. ഗാഫിൽ എന്ന് പറഞ്ഞാൽ ശരിക്കും അത് എപ്പോഴാണ് അതിൻ്റെ പദം വന്നത്? അന്തം വിട്ട് ഇങ്ങനെ നടക്കുക. അവനറിയില്ല എന്തിനെക്കുറിച്ച് അന്തം വിട്ടാണ് അവൻ നടക്കുന്നത്. എന്തിനെക്കുറിച്ച് അന്തം വിട്ടാണ് നടക്കുന്നത്? എന്തിനെക്കുറിച്ച് അശ്രദ്ധയിലായ നടക്കണം? എത്രയാണ് ഇതിൻ്റെ വാറണ്ടി? സെക്കൻഡല്ലേ. എന്നിട്ട് നമ്മൾ ഇങ്ങനെ അന്തം വിട്ട് നടക്കണത്? നമുക്ക് എങ്ങനെ സാധിക്കണത്? നിരന്തരമായി ഓർമ്മപ്പെടുത്തലുകൾ വന്നിട്ട് പോലും, അല്ലേ, നിരന്തരമായി ഓർമ്മപ്പെടുത്തലുകൾ വന്നിട്ട് പോലും നമ്മൾ അന്തം വിട്ട് നടക്കുക. നിങ്ങൾ കഴിഞ്ഞ ദിവസം കണ്ടില്ലേ, എവിടെയാണ് ഹെലികോപ്റ്ററും ഫ്ലൈറ്റും കൂട്ടിയിടിച്ചത്? നിങ്ങൾ ആലോചിച്ചു. ടെക്നോളജിയിൽ ഏറ്റവും ഉയർന്നു നിൽക്കുന്ന രാജ്യത്ത്, അതും ഈ എയർ ടെക്നോളജിയെ കുറിച്ച് പറയുന്നത് അമേരിക്കയിലും ജപ്പാനിലുമാണ് ഏറ്റവും കൂടുതൽ ആ ടെക്നോളജി. കണ്ണിൻ്റെ മുമ്പിലല്ലേ നമ്മൾ കണ്ടത്? ഒരൊറ്റ എണ്ണം രക്ഷപ്പെട്ടു.
നമ്മൾ മനസ്സിലാക്കണ്ടേ? ഒരു കാര്യമില്ല, ഇതുകൊണ്ടൊന്നും രക്ഷപ്പെടില്ല. മൂന്നാമതായി സൽമാനുൽ ഫാരിസി പറഞ്ഞു, എനിക്ക് ചിരിക്കാൻ മാത്രം കൗതുകം തോന്നിയ മൂന്നാമത്തെ കാര്യം, വദാഹികുൻ മിൽഅ ഫീഹി വലാ യദ്രി അസാഖിതു റബ്ബൽ ആലമീൻ അലൈഹി അംറാദി. വായ നിറച്ച് ചിരിക്കുന്നവനെ കണ്ടപ്പോൾ എനിക്ക് കൗതുകം തോന്നി, എനിക്ക് ചിരിക്കാൻ തോന്നി. എന്താ കാര്യം? അവനറിയില്ല റബ്ബുൽ ആലമീൻ അവനെക്കുറിച്ച് സുഖ്തിലാണോ റിദയിലാണോ. സുഖ്തി പറഞ്ഞാൽ കോപ്പം, റിദ എന്ന് പറഞ്ഞാൽ തൃപ്തി. ചിരിക്കാനുണ്ടോ നമ്മളെടുത്ത് എന്തെങ്കിലും? നിങ്ങൾ ആലോചിച്ചു, നമ്മൾ ഭയങ്കര ചിരിയില്ല, ഭയങ്കര ആഹ്ലാദത്തില. യോഗ്യതയുണ്ടോ ചിരിക്കാൻ? റബ്ബിന്റെ അടുത്ത് ചെല്ലുമ്പോൾ എന്തായിരിക്കും അവസ്ഥ? റബ്ബനെ കുറിച്ച് കോപ്പിച്ചവനായി തീരുമോ ഞാൻ? അതല്ല റബ്ബനെ കുറിച്ച് തൃപ്തിപ്പെട്ടവനായിരിക്കോ? നമുക്ക് പറയാൻ കഴിയില്ല. അതുകൊണ്ട് സഹോദരന്മാരെ, ശ്രദ്ധിക്കണം. ഈ ഗഫലത്തിൻ്റെ ഏറ്റവും മോശമായ അവസ്ഥ എന്താ അറിയോ? അള്ളാഹുവിൽ നിന്ന് നമ്മൾ വിദൂരമാകുക എന്നുള്ളതാണ്. എല്ലാവരും ശ്രദ്ധിച്ചു നോക്ക്. ഞാൻ ഇന്നലത്തേതിനേക്കാൾ അള്ളാഹുമായി അടുത്തേക്കാണോ ദൂരെ അയക്കാണോ? ശ്രദ്ധിച്ചാൽ വേഗം കാണും. നോക്കൂ, നമുക്ക് തന്നെ അറിയാം, ഈ വഴിയിലൂടെ ഇങ്ങനെ ഞാൻ പോയാൽ രക്ഷപ്പെടൂല. നമ്മൾ തന്നെ പലപ്പോഴും പറയാറുണ്ട്, ഇങ്ങനെ പോയാൽ ഞാൻ രക്ഷപ്പെടൂല. പക്ഷെ എന്നിട്ടും ഒരു പുനർചിന്ത നമുക്ക് വരാത്തത് സഹോദരങ്ങളെ? ശ്രദ്ധിക്കണം. ഗഫലത്ത് കടന്നു വരാനുള്ള ചില വഴികളുണ്ട്. അത് ഒന്നാമത്തേത് ദുനിയാവിനോടുള്ള അഗാധമായ പ്രേമമാണ്, ഹുബ്ബുദ്ദുനിയ. ഇതൊക്കെ ഭയങ്കരമായിട്ട് നിങ്ങൾ ആലോചിക്കണം കേട്ടോ. പോയിട്ട് എത്രയോ ആയത്തുകളും ഹദീസുകളുമാണ് ഈ വിഷയത്തിൽ. ശരിക്കും നമ്മൾ പ്രേമിക്കേണ്ടത് എന്തിനെയാണ്? ആഖിറത്തിനെയാണ്. കാരണം എന്താ? അവിടെയാണ് നമ്മുടെ ലൈഫ്, ഒറിജിനൽ ജീവിതം അവിടെയാ സഹോദരന്മാരെ. ഇത് ജീവിതമല്ല, ഇതൊരു സ്വപ്നം കാണാം നമ്മളെല്ലാവരും ഇരുന്നിട്ട്. ഇതൊരു സ്വപ്നമാണ്. ഒറിജിനൽ ലൈഫിലേക്ക് നമ്മൾ പോകാൻ പോണേ ഉള്ളൂ. പക്ഷെ എന്നിട്ട് നമുക്ക് ഇതിനോടാണ് എന്ത് ഇഷ്ടം അല്ലെ? ആലോചിച്ചു, നമ്മളെല്ലാം ഉണ്ടാക്കുന്നത് എന്തിനു വേണ്ടിയാ? എല്ലാം ഉണ്ടാക്കുന്നത് എന്തിനു വേണ്ടിയാ? ദുനിയാവിന് വേണ്ടിയല്ലേ? ഒരു വീടുള്ളവൻ അത് പോരാ, വീടുണ്ടാക്കുക. ഓരോന്നും വീട് മാത്രമല്ല, എല്ലാ സംഗതികളും നമ്മൾ ആലോചിക്കണം. രണ്ടാമതായി തൂലുൽ അമല, ഭയങ്കര പ്രതീക്ഷയില്ല. നമ്മൾ ഭയങ്കര പ്രതീക്ഷയില്ല. ഇനിയും എത്ര ദിവസം പ്രതീക്ഷിക്കും? എത്ര സമയം പ്രതീക്ഷിക്കും? ഭയങ്കരമാണ്. ഈ പ്രതീക്ഷയാണ് പലപ്പോഴും നമ്മളെ ഇബാദത്തുകളിൽ നിന്ന് അലസമാക്കി തീർക്കുന്നത്. ഈ പ്രതീക്ഷയാണ് നമ്മളെ പാപങ്ങളിൽ കൊണ്ടുചെന്നെത്തിക്കുന്നത്. ഈ പ്രതീക്ഷയാണ് നമ്മളെ പിന്നെ ചെയ്യാം എന്നതിലേക്ക് എത്തിക്കുന്നത്. നമ്മൾ ശ്രദ്ധിക്കണം, ഭയങ്കരമാണ്. മൂന്നാമത്തേത് നമ്മുടെ പാപങ്ങളാണ്. പാപങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും ശ്രദ്ധിച്ചോ, ഒരു തെറ്റ് വന്നാൽ അള്ളാഹുവിൽ നമ്മൾ അകലും. അള്ളാഹ്ക്ക് ഇഷ്ടമല്ല, അതുകൊണ്ടാണ് അകല എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. അള്ളാഹ്ക്ക് ഇഷ്ടമില്ല സഹോദരന്മാരെ. അത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. അള്ളാഹു എത്ര സ്ഥലത്താണ് പറഞ്ഞത്, ഒരു തെറ്റ് വന്നു എന്ന് തോന്നിയാൽ ഉടനെ എന്ത് വേണം? ഇസ്തിഗ്ഫാർ വരണം. അള്ളാഹുവിൻ്റെ ഭാഷയാണ് ഞാൻ ഈ പറയുന്നത്. ഇതൊക്കെ അള്ളാഹുവിൻ്റെ ഭാഷയാണ്. ഒരു തെറ്റ് വന്നാൽ ഉടനെ ഇസ്തിഗ്ഫാർ വരും. എന്നിട്ട് അവിടെ നമ്മൾ പരിശോധിച്ച് നോക്കുക, ശരിക്ക് പരിശോധിക്കണം. ഇവിടെ ഗഫലത്തിൻ്റെ എന്തോ വന്നിട്ടുണ്ടല്ലോ, എന്തുകൊണ്ടാണ് എൻ്റെ അടുത്ത് ഈ തെറ്റ് വരുന്നത്? ഗഫലത്ത് കൊണ്ടാണ്, അല്ലെങ്കിൽ വരില്ല. നമ്മളാരും ക്യാമറകളുടെ സിഗ്നലിൽ റെഡ് കട്ടിയില്ലല്ലോ. എന്താ കട്ടിയത്? റെഡല്ല, അവിടെ യെല്ലോ വരുമ്പോഴത്തേന് നമ്മൾ ബ്രേക്ക് ചെയ്തു. പിന്നെ പോകണമെങ്കിൽ നമ്മൾ ഉറപ്പിക്കും ഗ്രീൻ ആയോ എന്ന്, ഉറപ്പിച്ചിട്ടേ പോകും. എന്താ? അവിടെ ക്യാമറ ഉണ്ട്. ക്യാമറ ഉള്ളതുകൊണ്ട് നമുക്ക് എന്ത് വരില്ല? ഗഫലത്ത് വരില്ല. നിങ്ങൾ ആലോചിക്ക്, അള്ളാഹു ഇവിടെ ഒരു ക്യാമറ വെച്ചിട്ടില്ലേ? അല്ലേ? ഇന്നല്ലാഹ കാന അലൈക്കും റഖീബ. ക്യാമറന്റെ പേരാണത്, റഖീബ്. അത് ഭയങ്കര ക്യാമറ. പക്ഷെ ആ ക്യാമറ നമ്മളെ കണ്ണുകൊണ്ട് കാണാത്തത് കൊണ്ട് നമ്മളൊക്കെ അങ്ങനത്തെ ആൾക്കാരായിപ്പോയി, വലിയ യുക്തിവാദികളായിപ്പോയി. അതാണ് നമ്മൾ ശരിക്കും ശ്രദ്ധിക്കണം സഹോദരന്മാരെ. ഭയങ്കരമായ ഒരു സംഗതി. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറഞ്ഞൊരു വാചകമുണ്ട്. അദ്ദേഹം പറയുന്നുണ്ട്, അന്ന ദുനൂബ വൽ മആസി തദുർ വലാ ബുദ്. മനുഷ്യൻ ചെയ്യുന്ന തിന്മകളും തെറ്റുകളുമൊക്കെ അവന് വലിയ ഉപദ്രവം ചെയ്യും.
ഒരു സംശയവുമില്ല. എന്നിട്ട് അദ്ദേഹം അതിൻ്റെ ആ ഗ്രാഫ് പറഞ്ഞു, അതാ ഭയങ്കര രസം. തെറ്റുകളും പാപങ്ങളും ചെയ്യുമ്പോൾ എപ്രകാരം അവരുടെ ഹൃദയത്തെ അത് ബാധിക്കുമെന്നോ, നിങ്ങൾ വിഷം കുടിച്ചാൽ ശരീരത്തെ എപ്രകാരം ബാധിക്കുമോ അപ്രകാരം ബാധിക്കും. സുബ്ഹാനല്ലാഹ്. ഇനി ഇതിലെപ്പുറം വലിയ ഉദാഹരണമാണ്. കുടിച്ച വിഷത്തിൻ്റെ ഗ്രേഡ് അനുസരിച്ചാണ് എന്തായാലും പോകല്, ഓരോ ഓർഗൻസും പോകല്. അങ്ങനെ തന്നെയാണ് നമ്മൾ ചെയ്യുന്ന തിന്മയുടെ ഗൗരവമനുസരിച്ചാണ് നമ്മുടെ ഹൃദയത്തെ ഇത് നശിപ്പിച്ച് കളയൽ. അപ്പം നമ്മൾ ശരിക്ക് ശ്രദ്ധിക്കണം സഹോദരന്മാർ. നമ്മളിതിൽ നിന്ന് മടങ്ങിയേ തീരൂ. മടങ്ങാനുള്ള ഒരവസരമാണ് യഥാർത്ഥത്തിൽ ഷഅബാൻ എന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെ തന്നെ പറഞ്ഞു തന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? എങ്ങനെ മടങ്ങാൻ സഹോദരന്മാരെ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത് അള്ളാഹുവിന് ഇഷ്ടമുള്ള കാര്യങ്ങൾ വർദ്ധിപ്പിക്കുക. അപ്പോഴേ ഗഫ്ലത്തിൽ നിന്ന് രക്ഷപ്പെടൂ. ഷഅബാൻ മാസത്തിലാണ് എന്നുള്ളത് കൊണ്ട് രക്ഷപ്പെടില്ല. ഷഅബാൻ മാസത്തിൽ അള്ളാഹുവിന് തൃപ്തിയുള്ള കാര്യങ്ങൾ ചെയ്യണം. ഷഅബാൻ മാസത്തിൽ എൻ്റെ ഈ ഇയറെൻഡിൽ എൻ്റെ രജിസ്റ്റർ മലക്കുകൾ എടുത്തു കൊണ്ടുപോകുന്നതിന് മുമ്പ് എൻ്റെ രജിസ്റ്റർ എന്തായിരിക്കണം? താഅത്തുകൾ നിറഞ്ഞതായിരിക്കണം. സുബ്ഹാനല്ലാഹ്. അതാണ് നമുക്ക് ഉണ്ടാകേണ്ട പരിശ്രമം. രണ്ടാമത്തേത്, അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്തയും ബോധവും ചർച്ചയും ഒക്കെ വർദ്ധിക്കണം. ഇങ്ങനെയൊന്നും പോരാ. കാരണം അതുകൊണ്ട് മാത്രമേ നമ്മുടെ ഈ ഗഫ്ലത്തിൽ നിന്ന് നമ്മൾ മോചിതമാവും. അപ്പോഴേ നമ്മളെ ഹൃദയത്തിന് ജീവനുണ്ടാവും. അത് നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു നബിയുടെ ഇഷ്ടപ്പെട്ട ഒരാളായിരുന്നു, ഭയങ്കര ഇഷ്ടപ്പെട്ട ആളായിരുന്നു. അപ്പോൾ മുആദ് ഇബ്നു ജബലിൻ്റെ കൂടെ അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ എപ്പോഴും നബി ഒരു ലിഫ്റ്റ് കൊടുക്കും. മുആദിന് എപ്പോഴും ഭയങ്കര ഇഷ്ടമായിരുന്നു നബിക്ക്. അപ്പോൾ ഒരിക്കൽ ഇങ്ങനെ പോകുമ്പോൾ നബി പറഞ്ഞു, അഖദ ബിയദിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇയാളുടെ മുആദിൻ്റെ കൈ പിടിച്ചു. എന്നിട്ട് പറഞ്ഞു, വഖാല യാ മുആദ്. നബി പറയാം, ആരെ പറയുന്നത് നമ്മൾ ശ്രദ്ധിക്കണേ, നബിയാണ്. വല്ലാഹി ഇന്നി ലഉഹിബ്ബുക. ഉഫ്, എന്താ വാചകം! ആരാ പറയണേ? വല്ലാഹി ഇന്നി ലഉഹിബ്ബുക. നമ്മൾ ഒരുപാട് ഐ ലവ് യു എന്നൊക്കെ കേട്ടിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇത് ഏതാ? ആരാ പറയണേ? ഒരു പ്രാവശ്യമല്ല, വീണ്ടും വല്ലാഹി ഇന്നി ലഉഹിബ്ബുക. പിന്നൊരിക്കൽ മുആദ് ഇബ്നു ജബൽ പറയുന്നുണ്ട്, എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ആനന്ദമുള്ള രംഗം അതായിരുന്നു. നമുക്കൊക്കെ അങ്ങനെയല്ലേ? നമ്മളെ ഇഷ്ടപ്പെടണം എന്നാഗ്രഹിക്കുന്ന ഒരാൾ നമ്മുടെ ഐ ലവ് യു എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങളെനിക്ക് ഇഷ്ടമാണെന്ന് പറയുമ്പോൾ ഭയങ്കര. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർത്തിയിട്ട് പറഞ്ഞു, ഫഖാൽ ഉസീക യാ മുആദ് ലാ തദഅന്ന ഫീ ദുബ്റ കുല്ല സ്വലാത്തിൻ തഖൂൽ. അതുകൊണ്ട് മുആദ്, ഈ സ്നേഹം നിലനിൽക്കാൻ എനിക്കൊരു ചെറിയ വസിയ്യത്തുണ്ട് നിന്നോട്, വളരെ ചെറിയ വസിയ്യത്താണ്. അത് എല്ലാ നമസ്കാരത്തിൻ്റെ പിറകെയും നീ അത് ആവർത്തിക്കണം. എന്താ പറഞ്ഞ് അറിയില്ലല്ലോ എല്ലാവർക്കും. പക്ഷെ അവിടെ ആദ്യത്തെ വാചകം എന്താ അറിയോ? അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക്. അല്ലാഹുവേ, നിന്നെ ഓർക്കാൻ നീ എന്നെ സഹായിക്കണം. അള്ളാഹിൻ്റെ സഹായം വേണം. അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക് പോരാ, വശുക്രിക്, നിനക്ക് ശുക്ർ ചെയ്യാൻ അള്ളാഹുവിൻ്റെ സഹായം വേണം. പോരാ, വഹുസ്നി ഇബാദത്തിക്, ഹുസ്നി ഇബാദത്തിക്, നല്ല ഇബാദത്തുകൾ ചെയ്യാൻ. ഇബാദത്തുകൾ നന്നാകണം, ക്വാളിറ്റി ഉണ്ടാകണം. അതിന് അല്ലാഹുവേ നീ എന്നെ സഹായിക്കണം. നോക്കൂ, ഇവിടുന്ന് നമ്മൾ തുടങ്ങേണ്ടത്. എല്ലാ നമസ്കാരത്തിൻ്റെ പിറകെയും, നമസ്കാരത്തിൻ്റെ പിറകെ എന്ന് പറഞ്ഞാൽ അത് നമസ്കാരത്തിലാകാം, തഹയ്യാത്തിൻ്റെ അവസാനമാകാം, അല്ലെങ്കിൽ നമസ്കാരം കഴിഞ്ഞിട്ടുമാകാം, ഏതുമാകാം. തുടങ്ങണം ഇവിടുന്ന്. അപ്പം എന്താവെന്ന് വെച്ചാൽ നമ്മുടെ ചിന്തയിൽ ഇങ്ങനെ വരും, എനിക്കിത് വേണ്ടതാണ് എന്ന്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇത് വരുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമുക്ക് മാറ്റം. 2, മൂന്നാമത്തേത് സഹോദരന്മാരെ, ഖബറിനെ കുറിച്ചുള്ള ചിന്ത വർദ്ധിക്കണം. ഖബറിനെ കുറിച്ചുള്ള നമ്മുടെ ഒറിജിനൽ ജീവിതത്തിലേക്ക് പോകുന്ന ഒന്നാമത്തെ സ്റ്റെപ്പാണ് എന്ത്? ഖബർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇമ്മാ റൗദത്തുൻ മിൻ റിയാദിൽ ജന്ന ഔ ഹിഫ്റത്തുൻ മിൻ
ഹിഫരിൻ നീറാൻ. അതാണ് ഖബർ എന്ന് പറയുന്നത്. ഖബർ ഭയങ്കര സുഖമുള്ള സ്ഥലം. ഞാൻ നാളൊരിക്കൽ പറഞ്ഞു എന്ന് എൻ്റെ ഓർമ്മ. ഭയങ്കര സുഖം, ആരും ബേജാറാണ്ട. ഖബറിൻ്റെ ഇടുക്കോ മഴ പെയ്യണതോ അതിൻ്റെ വലിപ്പോ ഇതൊന്നും നമ്മളെ ബേജാറാക്കേണ്ട സംഗതിയല്ല. കാരണം അള്ളാഹു റസൂൽ പറയാതെ റൗദത്തുൻ മിൻ റിയാദിൽ ജന്ന, അതാണ് ഖബർ. റൗദത്തുൻ മിൻ റിയാദ്. പിന്നെ ഇതിനെ ബേജാറുണ്ട്? ഈ നാട്ടിൽ കിടക്കണ മാതിരിയല്ല, ഭയങ്കര സുഖ. അവിടെ വിരിച്ചു തരുന്നത് സ്വർഗത്തിലെ വിരിപ്പ. അവിടുത്തെ വിൻഡോ ഓപ്പൺ ചെയ്താൽ സ്വർഗത്തിലേക്കാ. നമുക്ക് ഗഫലത്ത് പോകാൻ സഹോദരന്മാരെ ഖബറിനെ കുറിച്ച് പറഞ്ഞ് നിങ്ങൾ പേടിക്കല്ല വേണ്ടത്, സന്തോഷിക്കാൻ കഴിയും. അള്ളാഹു തൗഫീഖ് നൽകി. ഭയങ്കര ആരും ബേജാറാണ്. നമ്മൾ ആകെ ബേജാറാകേണ്ടത് ഈ ദുനിയാവിൽ അള്ളാഹു തന്ന ഈ പരീക്ഷണശാലയിൽ പരീക്ഷ എഴുതാതെ ഗഫലത്തിലായി പോകുമോ എന്നതിനെക്കുറിച്ച് മാത്രമാണ് നമ്മൾ ബേജാറാകേണ്ടത്. അത് നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം. റബീഅ ഇബ്നു ഖൈസം റഹിമഹുല്ലാ താബിഈപ്പെട്ടാണ്. അദ്ദേഹത്തിന് ഈ ഖസ്വത്തുൽ ഖൽബ് എന്ന് പറഞ്ഞൊരു പരിപാടിയാണ്. വിശുദ്ധ ഖുർആൻ 7 സ്ഥലങ്ങളിൽ ഖസ്വത്തുൽ ഖൽബിനെ കുറിച്ച് പറയുന്നുണ്ട്. ഹൃദയം എന്താ പറയുക, കടുത്തു പോകും. 7 നെഗറ്റീവായിട്ടാണ് പറഞ്ഞത്, പോസിറ്റീവല്ല. ഒരു നല്ല ഗുണമല്ല. ചില ആൾക്കാരൊക്കെ വിചാരിക്കുന്നത് ഞാൻ ഭയങ്കര സ്ട്രോങ്ങാ. നോ, ഒന്ന് ചിരിക്കാനും കൂടി ചിലർക്ക് കഴിയില്ല. അദ്ദേഹം പറയാം, എനിക്ക് ഖസ്വത്തുൽ ഖൽബ് വന്നാൽ ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ, ഞാൻ എൻ്റെ വീട്ടിലൊരു ഖബർ മാതിരി ഒരു സാധനം ഉണ്ടാക്കി, എന്നിട്ട് അതിൽ കയറി ചെരിഞ്ഞ് കിടക്കും. എന്നിട്ട് സൂറത്ത് മുഅ്മിനൂനിലെ 99-100 വചനങ്ങളുണ്ട്. ഹത്താ ഇദാ ജാഅ അഹദുഹുമുൽ മൗത്ത് ഖാല റബ്ബി ഇർജിഊൻ. ഞാനത് ഓതും, റബ്ബി ഇർജിഊൻ. മരണം വന്നാൽ അങ്ങനെയാണ് മനുഷ്യന്മാരൊക്കെ പറയും, ഒന്നും കൂടി ഒരു ചെറിയ ചാൻസ് കൂടി കിട്ടിയെങ്കിൽ, ലഅല്ലി അഅമലു സാലിഹൻ ഫീമാ തറക്ത്. ഒരു ചെറിയ ചാൻസ് തന്നാൽ ഞാൻ കുറച്ചുകൂടിയൊക്കെ നല്ല അമലുകൾ ചെയ്യാം എന്ന്. എന്നിട്ട് അദ്ദേഹം തന്നെ പറയും, യാ റബീഅ ഖദ് ഉർജിഅത് ഫഅമലിൽ ആൻ ഖബ്ല അല്ലാ തുർജിഅ. റബീഅ, ഇപ്പം ചാൻസ് കിട്ടിയല്ലേ മടങ്ങിപ്പോകാൻ, എഴുന്നേറ്റോ. എന്നിട്ട് നീ മടങ്ങിപ്പോകാത്തൊരവസരം നിനക്കിതുപോലെ വരാനുണ്ട് എന്ന് ചിന്തിച്ചോ. ഇത് ചെയ്യണം എന്നല്ല ഞാൻ പറഞ്ഞു, ഇതൊരു ചിന്തയാണ് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ശഅബാൻ മാസത്തിൻ്റെ സവിശേഷത ഈ രണ്ടെണ്ണമാണ്. ഇത് വളരെ പ്രധാനമാണ്, നമ്മളെല്ലാവരും ശ്രദ്ധിക്കണം. ശഅബാൻ മാസത്തിലുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങളൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇൻഷാ അല്ലാഹ്. ഇന്ന് നമുക്ക് ഒന്നില്ല, ഓക്കെ, നമ്മൾ വരുമ്പോൾ പറഞ്ഞാൽ മതി. ശഅബാൻ മാസത്തിൽ സഹോദരന്മാരെ, ശഅബാൻ മാസത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമുണ്ട്. അത് 15-ാം രാവാണ്. ശഅബാനിലെ 15-ാം രാവ് ഭയങ്കര പ്രധാനപ്പെട്ട ദിവസം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാചകം കേട്ടാൽ നമ്മൾ അത്ഭുതപ്പെടും. ഭയങ്കരമാണ്, സഹിഹായ ഹദീസ്. ശഅബാൻ മാസത്തിൽ 15-ാം രാവിൽ യഗ്ഫിറുല്ലാഹു ലി അഹ്ലിൽ അർദ്. ഒരു ഹദീസിൽ പറയുന്നുണ്ട്, യത്തലിഉ ഇലാ അഹ്ലിൽ അർദ്. ഭൂമിയിലേക്ക്, ഭൂവാസികളിലേക്ക് അള്ളാഹു എത്തി നോക്കുന്ന, അള്ളാഹു പുറത്തു കൊടുക്കും. വേറൊരു വിഭാഗത്തിൽ അങ്ങനെ പുറത്തു കൊടുക്കും 2 കൂട്ടർക്ക് ഒഴികെ. ഇല്ലാലി മുശ്രിക്കിൻ ഔ മുഷാഹിനിൻ. ശ്രദ്ധിക്കണം, എല്ലാവർക്കും പുറത്ത് കിട്ടും. 2 ആൾക്കൊഴികെ. ഒന്ന് മുശ്രിക്കിന് പുറത്ത് കിട്ടില്ല, മുശ്രിക്ക്. 2 മുഷാഹിൻ. മുശ്രിക്ക് എന്ന് പറഞ്ഞാൽ ആരാന്ന് നമ്മൾ പറയണ്ടല്ലോ, എല്ലാവർക്കും അറിയാം. ശിർക്ക് ചെയ്യുന്നവൻ. ഏത് തരം ശിർക്കായാലും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഏത് തരം ശിർക്കും നമുക്ക് വരാൻ പാടില്ല. അത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. അള്ളാഹു അല്ലാത്തവരോട് ദുആ ചെയ്തുകൂടാ, അള്ളാഹു അല്ലാത്തവരോട് സഹായം ചോദിച്ചുകൂടാ, അള്ളാഹു അല്ലാത്തവരിൽ നിന്ന് നന്മ ആഗ്രഹിച്ചുകൂടാ, അള്ളാഹു അല്ലാത്തവരിൽ നിന്ന് തിന്മ തടയണം എന്ന് ആഗ്രഹിച്ചുകൂടാ. ഒന്നും പാടില്ല. ഇതൊക്കെ ശിർക്കാണ്. ഒട്ടും ശിർക്കില്ലാതെ നമുക്ക് 15-ാം രാവ് ഉണ്ടാകണം, 14-ാം രാവ് ഉണ്ടാകണം. ഒട്ടും ശിർക്കില്ലാതെ. രണ്ടാമത്തേത് മുഷാഹിൻ. മുഷാഹിൻ എന്നതിന് 2 വിശദീകരണങ്ങളാണ് ഹദീസ് പണ്ഡിതന്മാർ പറഞ്ഞത്.
മുഷാഹിൻ എന്ന് പറഞ്ഞാൽ ഒന്നാമത്തേത് ശത്രുത എന്നാണ്. ആരോടെങ്കിലും ശത്രുത സൂക്ഷിക്കാതെ ഇരിക്കുക. അതാണ് ആരോടെങ്കിലും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. വളരെ നിസ്സാരമായി നമ്മൾ കാണുന്ന ഒരു സംഗതിയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എവിടെയൊക്കെ ശത്രുത, എവിടെയൊക്കെ ശത്രുത. അള്ളാഹുവിനെ ആരാധിക്കാൻ വരുന്ന ആരാധനാലയങ്ങളിൽ പോലും പരസ്പരം ശത്രുത, അടിപിടി, കച്ചറ. ഇതത്ര ദീൻ, ഇതത്ര ദീൻ. നിങ്ങൾ ആലോചിച്ചു, നിസ്സാരമായ കാര്യത്തിന് നമുക്ക് പറ്റുമോ സഹോദരന്മാർ? ഈ ഷഹന ഭയങ്കരമാണ്, ഭയങ്കരമാണ്. ഷഹനാൻ്റെ രണ്ടാമത്തെ ആശയം പറഞ്ഞത് ബിദ്അത്ത് ചെയ്യുക എന്നുള്ള. ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ പറയണ്ടല്ലോ. ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ ദീനിൽ പുതുതായ ഒരു കാര്യമുണ്ടാക്കി അത് ചെയ്യാം. അത് ചെയ്യാൻ പാടില്ല, അത് ചെയ്യാൻ പാടില്ല. അല്ലാത്തവർക്കൊക്കെ അള്ളാഹു പുറത്തു കൊടുക്കുന്ന രാവാണ് ഷഅബാനിലെ 15-ാം രാവ് എന്ന് പറഞ്ഞാൽ. ഭയങ്കര ദിവസമല്ലേ, വല്ലാത്തൊരു ദിവസമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ആ ദിവസത്തിൻ്റെ ഒരു സവിശേഷത നമ്മൾ മനസ്സിലാക്കുക. വന്നോ പക്ഷേ നമ്മൾ വെച്ചാൽ നമ്മളെ ആളുകൾക്ക് ഇല്ലാത്തത് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഈ ഷഅബാൻ മാസത്തിൽ, ഇതാണ് ഷഅബാൻ മാസത്തിൻ്റെ സവിശേഷത. ഞാൻ ഈ പറഞ്ഞ 3 കാര്യങ്ങളാണ്. മനസ്സിലായല്ലോ നിങ്ങൾക്ക്? 3 കാര്യങ്ങൾ. ഇല്ലാത്തത്, ഉള്ളത് ഒരുപാടുണ്ട്, പക്ഷെ എന്നാലും ഇല്ലാത്തത് ഉണ്ടാക്കണം. അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഈ മാസത്തിൽ കടന്നു വന്നു. ഷഅബാൻ 15-ാം രാവിന് പ്രത്യേകത ഉണ്ട്, ഒരു സംശയമില്ല, ഒരു സംശയമില്ല. പക്ഷെ ആ പ്രത്യേകത എന്താ? ഷിർക്കില്ലാതെ, ഷഹന ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ കഴിയണം. അതാണ് പ്രശ്നം. എന്താ കാരണം നിങ്ങൾക്ക്? ഇത് രണ്ടും ഉണ്ടെങ്കിൽ നമ്മളെ അമലുകൾ അള്ളാഹു ഖബൂലാക്കൂല. അതാ കാരണം. രണ്ടുണ്ടെങ്കിലും ഖബൂലാക്കൂല. ഷിർക്കുണ്ടെങ്കിൽ ലയഹ്ബതന്ന അമലുക പറഞ്ഞില്ലേ, അമലുകൾ നശിച്ചു പോകും. രണ്ടാമത്തേത് സലീമായ ഖൽബിൽ നിന്ന്, ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. സലീമായ ഖൽബ് എന്ന് പറഞ്ഞാൽ ഷഹന ഇല്ലാത്ത ഖൽബ, ആരോടും ശത്രുതയും വെറുപ്പുമില്ലാത്ത, വൈരാഗ്യമില്ലാത്ത ഖൽബ്, അതിൽ നിന്ന് അള്ളാഹു സ്വീകരിക്കുള്ളൂ. അതുകൊണ്ടാണ് ആ ദിവസം അങ്ങനെ ആക്കിയത്. കാരണം നമ്മൾ അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടും. അതാണ് വിഷയം. പക്ഷെ ഒരുപാട് ബിദ്അത്തുകൾ ആളുകൾ ഉണ്ടാക്കി. അതിലേറ്റവും പ്രധാനമാണ് ഷഅബാൻ 15-ാം രാവായി കഴിഞ്ഞാൽ ആ രാത്രിയിൽ പ്രത്യേകമായൊരു നിസ്കാരം, അന്നൊരു നോമ്പ്. എത്തിയോ? ഇത് ശ്രദ്ധിക്കണം. ഈ ഷഅബാൻ 15-ാം രാവിലെ എന്താണോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അവിടെ നിൽക്കട്ടെ. ഇങ്ങനൊരു സാധനമുണ്ട്. എന്നിട്ട് അതിനു വേണ്ടി ഒരുപാട് വാറോലകൾ കെട്ടിയുണ്ടാക്കിയതാണ്. എത്ര ഹദീസുകൾ എന്ന പേരിൽ ഒരുപാട് സാധനങ്ങളുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. നമ്മുടെ അദ്ദേഹം എത്തിയിട്ടുണ്ട്, അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമ്മൾ അവസാനിപ്പിക്കും. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ, എല്ലാവരും ശ്രദ്ധിക്കേണ്ടത് ഈ 3 കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഷഅബാനിന് പ്രത്യേകതയുണ്ട്. ആ പ്രത്യേകത എന്തിനാണ് നമ്മൾ പറഞ്ഞു? ഈ 3 സംഗതികൾക്ക് വേണ്ടി എല്ലാവരും ശ്രദ്ധിച്ച് ജീവിക്കുക. ഈ മാസത്തിൽ നമ്മളെപ്പോഴും വിജിലൻ്റാണ്. എന്താ വെച്ചാൽ നിങ്ങൾക്ക് മനസ്സിലായല്ലോ എന്താണെന്നുള്ളത്. നമ്മൾ വളരെ കൃത്യമായി നല്ല റെക്കോർഡായിട്ട് മലക്കുകൾ പോകണം. ആ റെക്കോർഡ് നന്നായാലേ അള്ളാഹുവിൻ്റെ അടുത്ത് നമുക്ക് എന്ത് കിട്ടുള്ളൂ? നമുക്ക് നല്ല മാർക്ക് കിട്ടുള്ളൂ. നല്ല മാർക്ക് കിട്ടണം. എന്നിട്ട് അള്ളാഹുവിൻ്റെ അടുത്ത് ഉയർന്ന ദറജയിലുള്ള ജന്നത്തിലെത്തണം. അള്ളാഹുവിന് നമുക്കൊക്കെ തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മുടെ മുഹമ്മദ് മദനി മരണപ്പെട്ടവരെ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. നമ്മുടെ ജനറൽ സെക്രട്ടറി ആയിരുന്നു, ജമിയത്തുൽ ഉലമയുടെ പ്രസിഡൻ്റായിരുന്നു, വലിയ പണ്ഡിതനായിരുന്നു. നിങ്ങൾക്കൊക്കെ അദ്ദേഹത്തെ പരിചയമുണ്ടാവും. വളരെ വിനയമുള്ള മഹാപണ്ഡിതൻ. അദ്ദേഹം കുറേ കാലമായിട്ട് രോഗിയായിരുന്നു. പക്ഷേ മാഷാ അല്ലാഹ് അദ്ദേഹത്തിന് വളരെ സംതൃപ്തമായി അള്ളാഹുവിലേക്ക് മടങ്ങാൻ സാധിച്ചു. അദ്ദേഹത്തിൻ്റെ മയ്യത്ത് കണ്ടു വന്നിട്ട് സമ്മതൊക്കെ പറഞ്ഞു, ഓ വല്ലാത്തൊരു മുഖം, സുബ്ഹാനല്ലാഹ്. അത് അള്ളാഹുവിൻ്റെ വലിയ കറാമത്ത സഹോദരൻ, വലിയ കറാമത്ത.
അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹു അദ്ദേഹം ചെയ്ത എല്ലാ നന്മകളും അള്ളാഹു തആല അദ്ദേഹത്തിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. വല്ല തിന്മകളും മാനുഷികമായി അദ്ദേഹത്തിന് വന്നു പോയിട്ടുണ്ടെങ്കിൽ അള്ളാഹുവെ അദ്ദേഹത്തിന് നീ അത് പുറത്ത് മാപ്പാക്കി കൊടുക്കണമേ. റഹ്മുർ-റഹീമായ റബ്ബേ, ഞങ്ങളെയും അദ്ദേഹത്തെയും നിൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നീ ഒരുമിച്ച് ചേർക്കണമേ. അദ്ദേഹത്തിൻ്റെ അഭാവത്തിൽ അദ്ദേഹത്തെ പോലെ ഇൽമും വിനയവും പാണ്ഡിത്യവും നേതൃത്വ പാഠവുമൊക്കെയുള്ള നല്ല പണ്ഡിതന്മാരെ, മനുഷ്യന്മാരെ നൽകി ഞങ്ങളെയും ഞങ്ങളുടെ പ്രസ്ഥാനത്തെയും നീ ആദരിക്കണമേ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. സല്ലല്ലാഹു വസല്ലമ അലാ റസൂലിഹി നബിയിൽ കരീം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.